ദുബായ് പോലെ ലോകത്ത് പല മേജർ സിറ്റികളും മുകളിലോട്ട് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ലോകത്ത് ഒരു സിറ്റി മാത്രം ഭൂമിക്കടിയിലോട്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ട്രീറ്റിന് താഴെ അണ്ടർഗ്രൗണ്ട് ആയിട്ട് ടണലുകൾ, ഷോപ്പിംഗ് മാളുകൾ, സിനിമാ കോംപ്ലക്സ്, ആർട്ട് മ്യൂസിയം വരെ ഉള്ള ഒരു സിറ്റിയെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഞാൻ ഫിൻലാൻഡിലുള്ള ഹെൽസിങ്കി എന്ന ഒരു സിറ്റിയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇവർ അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചേഴ്സ് വളരെ വിദഗ്ധമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനൊരു പ്രധാന റീസൺ ഫിൻലാൻഡ് റഷ്യക്ക് തൊട്ടടുത്താണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോൾഡ് വാറിന്റെ സമയത്ത് ബോംബിംഗ് ആക്രമണങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഒരുപാട് അണ്ടർഗ്രൗണ്ട് ടണലുകൾ ഉണ്ടാക്കി. പക്ഷേ ഇവർ ചെയ്തൊരു പ്രത്യേകത, അത് ജസ്റ്റ് വേക്കൻ്റ് ആക്കിയിട്ടില്ല, അത് ആളുകൾക്ക് സൗകര്യത്തോടെ ജീവിക്കാനുള്ള ഒരു സ്പേസ് ആക്കി മാറ്റി. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2 എക്സാമ്പിൾസ് ഞാൻ പറയാം. ഒന്ന് ഒരു ചർച്ച്, ടെമ്പിളുക്കിയോ ചർച്ച് എന്ന് പറയും. അതുപോലെ തന്നെ അമോസ് റെക്സ് മ്യൂസിയം. ഇത് വളരെ പ്രസിദ്ധമാണ് അവിടെ. ഈ ഒരു സംവിധാനം എല്ലായിടത്തും പോസിബിൾ ആവണമെന്നില്ല. ഫിൻലാൻഡിൽ ഈ സ്ഥലങ്ങളിൽ ബെഡ് റോക്ക് നാച്ചുറലി വളരെ സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് അവർക്ക് കൺസ്ട്രക്ഷൻ വളരെ സേഫറായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ അവർ എത്രമാത്രം ഈ ഒരു കാര്യത്തിൽ മുന്നോട്ട് പോയി എന്ന് മനസ്സിലാക്കാൻ പറ്റുക, അവർ ഒരു തെർമൽ എനർജി പ്ലാന്റ് അണ്ടർഗ്രൗണ്ട് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് വേൾഡ് ലാർജസ്റ്റ് അണ്ടർഗ്രൗണ്ട് തെർമൽ പവർ പ്ലാന്റ് ആണ്. അതുമാത്രമല്ല കെഹു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അണ്ടർഗ്രൗണ്ട് ടണൽ സിസ്റ്റം ഉണ്ട്, നമ്മളിവിടെ സർവീസ് റോഡൊക്കെ യൂസ് ചെയ്യുന്ന പോലെ. ഇതിനിടയിലുള്ള കംപ്ലീറ്റ് സ്ഥലങ്ങൾക്കും മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാനും ഡെലിവറി കാര്യങ്ങൾക്കും വേസ്റ്റ് മാനേജ്മെന്റിനും വേണ്ടിയിട്ട് ഈ സർവീസ് ടണൽസ് ആണ് ഇവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന്റെ ഗുണം എന്താണ്? ഇതിന്റെ മുകളിലുള്ള ഭാഗം ആളുകൾക്ക് ഫ്രീ ആയിട്ട് നടക്കാനും ഗ്രീനർ സ്പേസ് ആയി കൺവേർട്ട് ചെയ്യാനും പറ്റും. വണ്ടികളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇത് ഫിൻലാൻഡിൽ യാദൃശ്ചികമായി സംഭവിച്ചൊരു കാര്യമില്ല. ഓരോ സ്ഥലത്തും ഭൂമിക്കടിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള കൃത്യമായ സോൺ പ്ലാനുകൾ ഇവരുടെ കയ്യിലുണ്ട്. അതൊരു മാസ്റ്റർ പ്ലാൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഇനി വളരെ തിരക്കേറിയ നഗരങ്ങളിൽ, വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇനി ചിലപ്പോൾ അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചേഴ്സ് ആവും കൂടുതലായിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരാം.